ചില വീഡിയോകൾ കാണുമ്പോഴും അതിനോട് പ്രത്യേകം നമുക്കൊരു ഇഷ്ടം തോന്നും. ഇന്നലെ ഡോക്ടർ റൂബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹമായിരുന്നു. എല്ലാവരും കാത്തിരുന്നൊരു കല്യാണമായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ റൂബിനെയും ആരതിപ്പൊടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാത്തിരുന്നൊരു വിവാഹം ഇന്നലെ നടന്നത്. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഡോക്ടർ ഇഷ്ടപ്പെടുന്നതും അവരെല്ലാം തന്നെ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡോക്ടറോട് പ്രത്യേകിച്ച് ജനങ്ങൾക്കൊരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആരാധനയെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ആരാധനയല്ല, ഒരു സ്നേഹം, ഒരു കൂടപ്പിറപ്പിനോടുള്ള ഒരു സ്നേഹം ഡോക്ടർ റൂബിനോട് എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ഏറ്റക്കുറച്ചിലും ഉണ്ടായിരുന്നു. ഉയർച്ചയും താഴ്ചയൊക്കെ കണ്ട ഒരു ഇതായിരുന്നു. 2 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളായത്. അതിനിടയിലാണ് ആരതിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നതും ജനങ്ങൾ സ്വമേധയാ തന്നെ ഡോക്ടറോ ആരതിപ്പൊടിയോ പറയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അതൊരു കോംബോയായിട്ടും ഒരു പ്രണയമായിട്ടും അങ്ങ് ചിത്രീകരിച്ച് ജനങ്ങൾ ഏറ്റെടുക്കുകയും പൊടി റോബ് എന്ന് പറയുന്ന ഒരു കോംബോ അങ്ങ് വർക്കും ഒക്കെ ആകും. പിന്നെ അതിന് ശേഷമാണ് ഇവർ സംസാരിക്കുകയും അവർ രണ്ടുപേരും ഇഷ്ടം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളും ഇവർ തമ്മിൽ പിരിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പലരും ഇടയ്ക്ക് നിന്ന് പാലം വലിക്കുകയും ഇവരെ പിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഒരു വിവാഹം എന്ന് പറയുന്നത് ഡേറ്റ് പലപ്പോഴും മാറിപ്പോയി. എന്തേ ഇവർ തമ്മിൽ കല്യാണം കഴിക്കത്തില്ലേ എന്ന് അവരെ ഇഷ്ടപ്പെടുന്നവരും ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഡനായിട്ട് അവരൊരു ഡേറ്റ് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് ഫെബ്രുവരി 16. ആ ഡേറ്റ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഇവരുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ പോകുന്ന ഒരു പോക്കോട്ടെ അമ്പലനടയിൽ വെച്ച് നിശ്ചയമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ പ്രശ്നങ്ങൾ, അവിടെ ഡോക്ടർ റോബിൻ അലറി വിളിച്ച കാര്യം, അങ്ങനെ പലതും നമ്മൾ കണ്ടായി. പക്ഷേ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട ട്രോൾ വീഡിയോകൾ വളരെ കുറവായിരുന്നു. ഇതിനിടയിലാണ് അമ്പലനടയിൽ വെച്ച് ഡോക്ടർ റോബിൻ ആരതിപ്പൊടിയെ പൊക്കിയെടുക്കുന്നുണ്ട്. ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി. ആരതിപ്പൊടി ഡോക്ടർ റോബിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ആരതിപ്പൊടി ഗുരുവായൂരപ്പനെ നോക്കി വണങ്ങുന്നത്, അത് പെട്ടെന്ന് നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പല വീഡിയോകളും സോഷ്യൽ മീഡിയകളെ അതുപോലെ യൂട്യൂബ് ചാനലുകളെ പലപ്പോഴും അടുപ്പിക്കത്തില്ല എന്ന് പറയുമെങ്കിലും പലരും ആവശ്യപ്പെട്ടത് അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ കഴിഞ്ഞ കല്യാണ നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നത്തിൻ്റെയും കാരണം സോഷ്യൽ മീഡിയയിലെ യൂട്യൂബർമാരുടെ തള്ളിക്കയറ്റമാണ് എന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിയുന്നതും സോഷ്യൽ മീഡിയയെ അറിയിക്കാതെ ഒരു കല്യാണം. പക്ഷേ ഡോക്ടർ റൂബിനെ ഞാൻ പറഞ്ഞില്ല, ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റൂബിൻ. അദ്ദേഹം യൂട്യൂബ് ചാനലുകളെ എപ്പോഴും ചേർത്ത് പിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവരെപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും പിന്നെ വ്യൂസിന് വേണ്ടി പലരും പല കൺകെട്ട് വിദ്യകളെയൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ കാലം അവർക്ക് മറുപടി നൽകും എന്നെനിക്ക് തോന്നുന്നു. പല സെലിബ്രിറ്റികളും കാണിക്കാത്ത ഒരു മര്യാദ, അതുപോലെ ഒരു സ്നേഹം എപ്പോഴും യൂട്യൂബ് ചാനലുകളോട് ഡോക്ടർ റോബിൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കാറിലൊരു പോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ വൈകുന്നേരം ഡോക്ടർ റോബിൻ പങ്കുവച്ചത് എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടം തോന്നി. നമുക്കൊരു പുഞ്ചിരിയോട് കണ്ടിരിക്കാൻ പറ്റിയൊരു വീഡിയോ. നമുക്ക് ആ വീഡിയോ ഒന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. കല്യാണം നടക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ നടക്കുന്നു. ഞാൻ അട്ടയാണ്, അട്ട. നീ അട്ടയാണെങ്കിൽ ഞാൻ കൊളയട്ടയാണ്, കൊളയട്ട. ഞാനല്ലേ ശരിക്കട്ടാ? നീ അട്ടയാണ്, പക്ഷെ നിനക്കറിയേണ്ടതൊരു കാര്യമാണ്. ഞാൻ കൊളട്ട. ഞാൻ ഇത് വേണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല. എനിക്ക് നിന്നെ വേണം. അയ്യോ, നമ്മള് റെയിൽവേ ക്രോസ് ഒക്കെ എടുക്കാൻ. അങ്ങനെ നമ്മുടെ കല്യാണം ഗുരുവായൂർ കഴിഞ്ഞ് പോവാണ്. ദൈവമേ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. കല്യാണം കഴിഞ്ഞു ബ്രോ. ഞാൻ ഇനി ഹസ്ബൻഡ് ആണ്. ഓ മൈ ഗോഡ്. മിസ്റ്റർ അല്ല മിസ്സിസ് അല്ല മിസ്റ്റർ എന്താ ഇങ്ങനെ പറയാം? മിസ്റ്റർ ആൻഡ് മിസ്സിസ് റോബിൻ ആൻഡ് ആരതി. അവർ രണ്ടുപേരുള്ള സന്തോഷം അല്ലെങ്കിൽ അവർ എന്തുമാത്രം ഈ വിവാഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അവർ രണ്ടുപേരുടെയും സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവും അല്ലേ? പ്രത്യേകിച്ച് ഇതിനിടയിൽ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും അവരെ ചേർത്ത് നിർത്തുവാനും അവരങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചൊരു മര്യാദയുണ്ട്. കുറ്റപ്പെടുത്താതെ, പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ സത്യം മനസ്സിലാക്കുകയും ഒന്നിച്ച് ചേരുകയൊക്കെ ചെയ്ത ആ മുഹൂർത്തമുണ്ട്. അത് ആ കല്യാണത്തിലൂടെ ഇവർക്ക് രണ്ടുപേരുടെ മുഖത്ത് ആ
സന്തോഷം കിട്ടുന്നുമുണ്ട്. അവരുടെ ജീവിതം വളരെ സുഗമമായി സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എപ്പോഴും നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. ഏത് കാര്യം, ഞാൻ പറയുന്നില്ല, ഏത് കാര്യവും ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. ജീവിതമാണ് ഒരു നൂൽപ്പാലം കണക്കെയാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന പോലെ. ഈ വീഡിയോ കണ്ടപ്പം സന്തോഷം കണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു പരസ്യം ഏതോ എനിക്ക് തോന്നുന്നു പോപ്പിയുടെ പരസ്യമാണെന്ന് തോന്നുന്നു. അതുപോലെ എനിക്ക് തോന്നി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം. ആ ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം, അത് രണ്ടുപേരുടെയും, ഡോക്ടർ റൂബിൻ്റെ ആയാലും ആരതിപ്പൊടിയുടെ ആണെങ്കിലും, ഒരു നിഷ്കളങ്കമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹം ആ വീഡിയോയിൽ തെളിഞ്ഞു കാണാൻ പറ്റും. രസകരമായൊരു വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ ഇന്നലെ കല്യാണം കഴിഞ്ഞു, ഇന്നത് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഈ വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ റിയാക്ഷൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പം ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. എനിക്ക് അതിനകത്ത് ഇഷ്ടം തോന്നിയ പല കാര്യങ്ങളും. ഒന്ന്, ഡോക്ടർ റോബിൻ തിരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അധികം ആൾക്കാരെ ഒന്നും വിളിച്ചില്ല. ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും കല്യാണത്തിന് വിളിക്കാനാണെങ്കിൽ ആയിരങ്ങളെ വിളിക്കണം അല്ലേ? എല്ലാവരും ആഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ കമൻറ്റ് എന്നാണ് കല്യാണം, ഞാൻ കല്യാണം കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് ആഗ്രഹിച്ചിരുന്ന, ആ കല്യാണത്തിന് പോകണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പലരും അവിടെ പോയിട്ടുണ്ട്, കല്യാണത്തിൽ കൂടിയിട്ടുമൊക്കെ ഉണ്ട്. ഏതായാലും രണ്ട് വ്യക്തികൾ ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്ന് പറയാം. ഒന്ന് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ റോബിനെ സംബന്ധിച്ച് ബിഗ് ബോസിലെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലക്ഷ്മിപ്രിയയായിരുന്നു ആ ഡോക്ടർ റോബിന് കൂട്ട്. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെ ആ കൂട്ടുകെട്ട് ഒരേപോലെ നിലനിൽക്കുന്ന ലക്ഷ്മിപ്രിയ ഡോക്ടർ റോബിൻ തമ്മിലും. എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയയ്ക്കും വേറെ ആരുമായിട്ടും കണക്ഷനില്ല, ഡോക്ടർ റോബിനുമായിട്ട് മാത്രമേ ഉള്ളൂ. ഡോക്ടർ റോബിനും അതുപോലെ തന്നെ അന്നത്തെ ബിഗ് ബോസ് താരങ്ങളിലെ ഡോക്ടർ റോബിൻ ഇപ്പോഴും ഒരു കൂട്ട് കൊണ്ടു നടക്കുന്ന ലക്ഷ്മിപ്രിയ. ആ ലക്ഷ്മിപ്രിയയുടെ വരവ് എന്നെ വല്ലാതെ സന്തോഷിച്ചു. അതുപോലെ തന്നെ ടോം ഇമ്മട്ടി എന്ന് പറയുന്ന വ്യക്തി ഈ ആരതിപ്പൊടിയെയും ഡോക്ടർ റോബിനെയും തമ്മിൽ ചേർത്ത് നിർത്താൻ വഹിച്ച പങ്ക് വല്ലാത്ത വലുതാണ്. ആ ഇൻ്റർവ്യൂ, മാറ്റിനിയിൽ വന്നെങ്കിൽ ഇൻ്റർവ്യൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കത്തില്ല. കല്യാണത്തിനും അദ്ദേഹം പങ്കെടുക്കുന്നു, അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നു. അതിനിടയിൽ ഇവർ തമ്മിൽ, ഡോക്ടർ റോബിനെയും ആരതിപ്പൊടിയും ടോം ഇമ്മട്ടിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പലരും പല കുൽസിത ശ്രമങ്ങളും നടത്തി. അതൊക്കെ അവസാനം സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും ടോം ഇമ്മട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പറഞ്ഞു തീർക്കുകയൊക്കെ ചെയ്ത ആ സൗഹൃദം അതിപ്പോഴും നിലനിൽക്കുന്നു എന്നറിയുമ്പോഴും വളരെ സന്തോഷമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻറ്റ് എന്നെ വല്ലാതെ ഈ കല്യാണത്തിൻ്റെ ദിവസം ആകർഷിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ലക്ഷ്മിപ്രിയ എനിക്കിഷ്ടമാണ്, ടോം ഇമ്മട്ടി ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ലക്ഷ്മിപ്രിയയുടെ ഒരു സ്വഭാവ രീതി. ടോം ഇമ്മട്ടി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അദ്ദേഹം വിവാദപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അദ്ദേഹം ആ സത്യം എന്തെങ്കിലും തിരിച്ചറിയും എന്ന് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറിയ വ്യക്തിയാണ്. അപ്പം ഡോക്ടറുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രത്യേകത. അപ്പോൾ അവരിപ്പോൾ കല്യാണത്തിന് പങ്കെടുത്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കല്യാണ വിശേഷങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവച്ചത്. ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകത്തില്ലേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിൻ്റെ വീഡിയോ ആയിക്കട്ടെ. വീഡിയോ എത്താം. ഓക്കെ, ബൈ.